നമ്മുടെ രാജീവ് ജെട്ടിയിൽ പുലർച്ചെയായിരുന്നു അപകടം. അഗ്നിശമന സേന എത്തിയാണ് മരിച്ച ലിജോയിയെ പുറത്തെടുത്തത്. ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് ഭക്ഷണം കഴിക്കാനായി പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. യുദ്ധസമാനമായ ഇസ്രയേൽ ഇറാൻ ആക്രമണങ്ങൾ രൂക്ഷമാവുകയാണ്. ഇസ്രയേലിലേക്കുള്ള ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. ടെല്ലവീവ് അടക്കമുള്ള നഗരങ്ങളിൽ കനത്ത ആക്രമണമാണ് ഇറാൻ നടത്തിയത്. ശക്തമായ തിരിച്ചടി നൽകിയ ഇസ്രയേൽ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചു. ഷഹ്റാൻ എണ്ണ സംഭരണശാലയിലും പാഴ്സ് റിഫൈനറിയിലും തീപിടിച്ചു. ഇസ്രയേൽ ആക്രമണത്തിൽ 80ഓളം പേർ ഇറാനിൽ കൊല്ലപ്പെട്ടു. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസ് ചേരുന്നു. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, അതിൽ ഇസ്രയേലിനുണ്ടായിട്ടുള്ള കെടുതികൾ എന്തൊക്കെ, അതിനുശേഷം ഇസ്രയേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇറാൻ ഉണ്ടായിട്ടുള്ള കെടുതികളും മറ്റു വിവരങ്ങളും എന്തൊക്കെയാണ്? ഇനം തിരിച്ച് പറയാമോ പ്രസാദ് കാളിദാസ്? തീർച്ചയായും MS, എന്തായാലും ഇറാന്റെ ഭാഗത്തു നിന്നും വലിയൊരു തിരിച്ചടി തന്നെ ഇസ്രായേൽ നേരിട്ടിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ രാത്രികളിലെ ആ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ്. കാരണം ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ഒരു പ്രത്യാക്രമണമാണ് ഇറാൻ ഇസ്രായേലിൽ നടത്തിയിട്ടുള്ളത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രസാദ് കാളിദാസ് ഇപ്പോൾ സൂചിപ്പിച്ച കഴിഞ്ഞ രാത്രിയിലെ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ ദൃശ്യങ്ങളൊന്ന് ശബ്ദസഹിതം കണ്ടതിന് ശേഷം പ്രസാദിലേക്ക് വരാം. هذا نزل علينا تعال പ്രസാദ് കാളിദാസ്, ഇത് പുതിയ ബാലിസ്റ്റിക് മിസൈലൊക്കെ ഇറാൻ പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു. കനത്ത നാശമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നു. പക്ഷേ ഇസ്രയേലും വിടാതെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. US-ന്റെ പിന്തുണ ഇസ്രയേലിന് കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ അത് പ്രത്യക്ഷത്തിൽ വന്നിരിക്കുന്നു. ഏതൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളാണ് നടന്നത്? കഴിഞ്ഞ ദിവസം രാത്രിയിലത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രത്യാക്രമണം തന്നെയാണ്, അതല്ലെങ്കിൽ അത്രത്തോളം ഭീകരമായൊരു പ്രത്യാക്രമണം തന്നെയാണ് ഇറാൻ ഇസ്രായേലിൽ നടത്തിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പ്രധാനമായും വടക്കൻ ഇസ്രായേലിലെ ഹൈഫ നഗരത്തിലൊക്കെ വലിയ രീതിയിൽ നാശം വിതയ്ക്കാൻ ഇറാന് സാധിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. ഹൈഫ എന്ന നഗരത്തെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ ഏറെ മർമ്മപ്രധാനമായ ഒരു നഗരമാണ്, തുറമുഖ നഗരമാണ്. അതുപോലെ തന്നെ ഒരുപാട് മറ്റ് നയതന്ത്ര വ്യാപാര വ്യവസായങ്ങൾ ഒരുപാടുള്ള ഒരു നഗരമാണ് വടക്കൻ ഇസ്രായേലിലെ ഹൈഫ നഗരം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു ഭാഗത്ത് തന്നെ പ്രധാനമായും ഈ ഒരു വടക്കൻ ഇസ്രായേലിലെ ഹൈഫയിൽ തന്നെ 5 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇസ്രായേൽ തന്നെ ഇസ്രായേൽ തന്നെ പുറത്തുവിടുന്ന ചില വിവരങ്ങൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മധ്യ ഇസ്രായേലിലും ടെല്ലവീവിലുമൊക്കെ വലിയ രീതിയിൽ നാശം വിതയ്ക്കാൻ ഇറാന്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെ കണക്കനുസരിച്ച്. ഇസ്രായേൽ പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് മരണം ഇസ്രായേലിൽ 10 മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. 100-ലേറെ പേർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്നത്. ഇറാൻ അപ്പോൾ അത്ര അധികം വലിയ രീതിയിലുള്ള ഒരു പ്രത്യാക്രമണം തന്നെയാണ് ഈ ഒരു ആക്രമണം അല്ലെങ്കിൽ ഈ ഒരു മരണപ്പട്ടികയിലൂടെ, ഈ ഒരു പരിക്കേറ്റവരുടെ പട്ടികയിലൂടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. പ്രസാദ്, ഇറാന്റെ ആക്രമണത്തിൽ ഇപ്പോൾ സൂചിപ്പിച്ച ആ കണക്കിൽ, ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേൽ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ 10 വയസ്സുള്ള ഒരു കുട്ടി കൂടി ഉൾപ്പെടുന്നു എന്നുള്ള വാർത്തയുമുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ ഈ ഒരു വാർത്തയെ ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഗസയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ അതിക്രൂരമായി കൊന്നൊടുക്കുന്ന വേളയിൽ ഇസ്രായേലിന് അനുഭവിക്കാൻ കഴിയാതിരുന്ന, ശരിക്കും സ്വന്തം രാജ്യത്ത് അനുഭവിക്കേണ്ടിയിരുന്ന ഒന്ന് ഇപ്പോൾ അവരുടെ മുകളിലേക്ക് ഇറാന്റെ ആക്രമണത്തിലൂടെ കുട്ടികളടക്കം കൊല്ലപ്പെടുമ്പോൾ അവർക്കത് അനുഭവിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുക എന്നുള്ള രീതിയിലുള്ള സൂചനകൾ സാമൂഹ്യ മാധ്യമങ്ങൾ വരുന്നുണ്ട്. യുദ്ധം നടക്കുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്ന കാര്യങ്ങളുടെ പിറകെ നമ്മൾ പോകരുത് എന്നുള്ളതൊരു വാസ്തവമാണ്. അതിവൈകാരികതയും പ്രതികാര ബുദ്ധിയും ഒക്കെ നിറഞ്ഞതായിരിക്കും എല്ലാം. ഇവിടെ ഇറാന്റെ ആക്രമണത്തിൽ 8ഓളമോ 10ഓളം പേർക്കോ ജീവഹാനി സംഭവിച്ചു അല്ലേ? 10 പേർക്ക് ഇപ്പോൾ പുതിയ വിവരം അനുസരിച്ച് 10 പേർക്ക് ജീവഹാനി സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. മാത്രമല്ല 100-ലേറെ പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. അതോടൊപ്പം തന്നെ MS സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിലുള്ള അതിവൈകാരികത സമൂഹ മാധ്യമങ്ങളിലൊക്കെ, ഈ ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അതിവൈകാരികത പടർത്തുക എന്നുള്ള ലക്ഷ്യം വെച്ച് ചില സംഘടനകളടക്കം, ആഗോളതലത്തിൽ ചില സംഘടനകളടക്കം ഒരുമ്പിട്ടിറങ്ങിയ ഒരു സാഹചര്യമൊക്കെ നമ്മൾ മുമ്പും കണ്ടിരുന്നു. ഇപ്പോഴും അത്തരത്തിലുള്ള ചില സംഘടനകളൊക്കെ ഒരു
ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന രീതിയിൽ, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ എന്താണോ പുറത്തുവിടുന്നത് അതാണ് സത്യം എന്നത് മാത്രം വിശ്വസിച്ച് പോകരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്. ഇതിൽ പല ഭാഗത്ത് നിൽക്കുന്നവരും ഉണ്ടാകും, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തും അല്ലെങ്കിൽ ഇറാൻ്റെ ഭാഗത്തും നിൽക്കുന്നതുണ്ടാകും. ഏറെക്കാലമായി തുടരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് എത്തി എന്ന് മാത്രമേ നമുക്ക് പ്രധാനമായും പറയാൻ പറ്റൂ. കാരണം കാലങ്ങളോളം ഇസ്രായേൽ ഉൽപ്പത്തി ഉണ്ടായ സാഹചര്യം തൊട്ട്, അതായത് 1948 ഇസ്രായേൽ ഉണ്ടായ കാലം മുതൽ ശത്രുത വെച്ചു പോരുന്ന ചില രാജ്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ ഇസ്രായേലിൻ്റെ സമീപത്തായി കിടക്കുന്ന നിരവധി രാജ്യങ്ങൾ. അതിലൊന്നാണ് ഇറാൻ എന്ന് പറയുന്നത്. ഏറെക്കാലമായി തർക്കങ്ങൾ ചെറിയ രീതിയിൽ തുടരുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് വീണ്ടും അതൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കടന്നത് എന്നുള്ളതും കൂടിയുണ്ട്. ഓരോ രാജ്യങ്ങൾക്കും അവർക്ക് പറയാൻ ചില ന്യായങ്ങളുണ്ട്. എന്നിരുന്നാലും ഈ ഒരു യുദ്ധസമാനമായൊരു സാഹചര്യം പശ്ചിമേഷ്യയിൽ നടക്കുമ്പോൾ ആഗോളതലത്തിൽ വ്യാപാര വ്യവസായ രംഗത്ത് നേരിടാൻ പോകുന്ന തിരിച്ചടിയാണ് നമ്മൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടേണ്ടത്. കാരണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇറാൻ ഏറ്റവും അധികം ഇന്ത്യക്ക് വലിയ രീതിയിൽ വ്യാപാര പങ്കാളിത്തമുള്ള, ഇറാനുമായി വലിയ രീതിയിൽ വ്യാപാര പങ്കാളിത്തമുണ്ട് ഇന്ത്യക്ക്. അല്ലെങ്കിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന, ഇത്തരത്തിൽ ഇന്ധനം വാങ്ങുന്ന, എണ്ണ വാങ്ങുന്ന, കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യങ്ങളിൽ, ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ പ്രധാനിയാണ് ഇറാൻ. ഇറാൻ്റെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ എണ്ണ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇറാനിലെ എണ്ണ സംഭരണശാല ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇന്ത്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങൾക്ക്, ഇത്തരത്തിൽ ഇറാനുമായി വ്യാപാര പങ്കാളിത്തമുള്ള രാജ്യങ്ങൾ വലിയ രീതിയിൽ ആശങ്കയിലാകുമെന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഈ ലോക രാജ്യങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് ഏത് രാജ്യത്തിനൊപ്പമാണ് എന്നുള്ളതുമൊക്കെ ഏറെ സങ്കീർണമാണ്. എന്തായാലും ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. വടക്കൻ ഇസ്രായേലായ ഹൈഫ നഗരത്തിലും തുറമുഖ നഗരമായ ഹൈഫ നഗരത്തിലും ഒപ്പം തന്നെ മധ്യ ഇസ്രായേലിലും ടെല്ലവീവിലുമൊക്കെ വലിയ രീതിയിൽ നാശം വിതയ്ക്കാൻ സാധിച്ചു. മാത്രമല്ല അവിടുത്തെ ചില എണ്ണ സംഭരണശാലകളെ ലക്ഷ്യം വെച്ചുകൊണ്ടും ചില മിസൈലുകൾ ഇറാൻ തൊടുത്തു എന്നുള്ളതാണ്. എന്നാൽ അതത്രത്തോളം ലക്ഷ്യം കണ്ടു എന്നുള്ളതിനെ സംബന്ധിച്ചും ചില വിവരങ്ങളൊക്കെ നമുക്ക് പുറത്തു വരാനുണ്ട്. ഇസ്രായേൽ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് പോലും അത്തരത്തിലുള്ള ചില സ്ഥിരീകരണങ്ങളോ അല്ലെങ്കിൽ ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ചില വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇതോടൊപ്പം തന്നെ തിരിച്ച് ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ വലിയ രീതിയിൽ നാശം വിതയ്ക്കാൻ ഇസ്രായേലിന് സാധിച്ചു എന്നുള്ളതാണ് ഇസ്രായേൽ അവകാശവാദം ഉന്നയിക്കുന്നത്. ഈ ഒരു എണ്ണ സംഭരണശാലയിലൊക്കെ, ഈ ഒരു എണ്ണ സംഭരണശാലയിൽ വലിയ രീതിയിൽ പൊട്ടിത്തെറി ഉണ്ടായി, അല്ലെങ്കിൽ അതിനനുസരിച്ച് ചില ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തി എന്നുള്ളതാണ് ഇറാനിയൻ മാധ്യമങ്ങളും എടുത്ത് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അവിടുത്തെ ആണവോർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇസ്രായേൽ ആക്രമണമാണ്. അതിന് പിന്നാലെയാണ് ഈ പ്രത്യാക്രമണത്തിലേക്കൊക്കെ ഇറാൻ കടന്നത് എന്നുള്ളത്. നമുക്ക് ആക്രമണം എന്ന് പറയുന്നത് ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രിസൈസ് ആയിട്ടുള്ള ആക്രമണം നടത്തി മറ്റുള്ള വ്യക്തികൾക്കോ ഇറാനിലെ പൗരന്മാർക്കോ ഒന്നും ജീവഹാനി വരാത്ത രീതിയിൽ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഗൂഢശക്തികളെന്ന് ഇസ്രായേൽ പറയുന്ന അവിടുത്തെ മേധാവികൾ ഉൾപ്പെടെയുള്ളവരെ കൊലപ്പെടുത്തുകയും ആ കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായിട്ടുള്ള മൊസാദിൻ്റെ കമാൻഡോകളുടെ ആസൂത്രണത്തിൽ ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായിട്ടുള്ള മൊസാദിൻ്റെ കമാൻഡോകൾ നുഴഞ്ഞു കയറുകയും ഇറാനിൽ അവർ മാസങ്ങൾക്ക് മുമ്പേ എത്തുകയും വേഷപ്രച്ഛന്നരായി കഴിയുകയും അവിടെ നിന്നുകൊണ്ട് പല ഘട്ടങ്ങളിലായി ഇസ്രായേലിൽ നിന്ന് ഈ പറയുന്ന തൊടുക്കേണ്ടിയിരുന്ന മിസൈലുകളുടെ പല പല പാർട്സുകൾ അവിടെ എത്തിക്കുകയും അത് ഒരുമിപ്പിച്ച് ചേർത്ത് ഒപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അന്തിമ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയും പുലർച്ചെ അത് ഇറാനിൽ നിന്ന് തന്നെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് തൊടുത്തുവിടുകയും അത് വിജയകരമായിട്ട് ആ ദൗത്യം പൂർത്തിയാക്കുകയും ചെയ്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ വ്യക്തമാക്കിയത് ആ രാജ്യത്തിലെ വ്യക്തികൾക്കും മറ്റും ഒരു ജീവഹാനിയും വരുത്താതെ അതുമായി ബന്ധപ്പെട്ട ഗൂഢശക്തികളെ കൊലപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞതിൽ നിന്ന് ഇപ്പോൾ അത് മാറുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കുന്നതിലൂടെ ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക ശക്തിയെയും ആ രാജ്യത്തിന് പ്രകൃതി നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സുകളെയും ഒക്കെ ഇല്ലാതാക്കുക, നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് വരുമ്പോൾ അത് ആ രാജ്യത്തിൻ്റെ എണ്ണ ഉപയോഗിച്ചുകൊണ്ട് ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുന്ന സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുന്ന മറ്റ് രാജ്യങ്ങളെ കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് അത് വ്യാപിക്കുന്നു. ഇവിടെ മുതൽ അത് ഈ പറയുന്ന തന്ത്രപരമായിട്ടുള്ള ആക്രമണത്തിലുപരി അത് യുദ്ധത്തിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റുന്നു എന്നും പറയേണ്ടി വരും. പ്രസാദ്.
തീർച്ചയായും MS അത് തന്നെയാണ്. കാരണം യുദ്ധസമാനമായ സാഹചര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഇതൊരു യുദ്ധത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ് ലോകരാജ്യങ്ങളടക്കം ആശങ്കയിൽ ആഴ്ത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതൊരു ഫാക്റ്റായി അല്ലെങ്കിൽ അതൊരു വസ്തുതയായി അംഗീകരിക്കേണ്ടി വരും എന്നുള്ള നിലയിലേക്ക് എത്തുന്നു കാര്യങ്ങൾ. കാരണം പ്രത്യാക്രമണങ്ങൾ അങ്ങനെ തുടരുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ വിട്ടുകൊടുക്കുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ഒരു അതിർത്തി പങ്കിടുന്ന തരത്തിലുള്ളൊരു ഒരു ഭൂമിശാസ്ത്രമല്ല അതിൻ്റെ ചുറ്റുവട്ടം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ബാലിസ്റ്റിക് മിസൈലോ ഇത്തരത്തിലുള്ള ചില ഡ്രോണുകളോ അയക്കണമെങ്കിൽ രണ്ട് രാജ്യങ്ങൾ മറികടന്ന് വേണം ഇസ്രായേൽ ഇറാനിലേക്കും അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്കുമൊക്കെ തിരിച്ചെത്താനുള്ളത്. കാരണം തൊട്ടടുത്ത് ഇറാഖും ജോർദാൻ എന്നീ രണ്ട് രാജ്യങ്ങൾ കടന്നിട്ട് വേണം ഈ പ്രത്യാക്രമണങ്ങൾ നടത്താൻ. അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഏറ്റവും മികച്ചതാണ് എന്നുള്ളത് തന്നെയായിരുന്നു ഇത്രയും കാലമായി നമ്മളടക്കമുള്ള നിരവധി ലോകരാജ്യങ്ങളും അടക്കം വിശ്വസിച്ചിരുന്നത്. അതപ്പോഴും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ അതിനെ സ്ഥിരീകരിക്കുന്ന ചില കാര്യങ്ങളടക്കം ഇസ്രായേൽ പല ഘട്ടത്തിലും പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർക്കുന്ന നിലയിലുള്ള ഒരു പ്രത്യാക്രമണമാണ് ഇറാൻ നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാനിലും വലിയ രീതിയിൽ നാശം വിതയ്ക്കാൻ ഇസ്രായേലിനും സാധിച്ചു. ഇപ്പോൾ സമാസമമായി തുടരുകയാണ്. അല്ലെങ്കിൽ സൈനിക ശക്തിയുടെ കണക്കെടുത്താൽ 15ാം സ്ഥാനത്ത് ഇസ്രായേലും 16ാം സ്ഥാനത്ത് ഇറാനും എന്നുള്ളതാണ്. അതായത് സമാസമന്മാരാണ്. ബലാബലന്മാർ തമ്മിലാണ് ഇപ്പോൾ ഒരു യുദ്ധസമാനമായ സാഹചര്യം നടക്കുന്നത് എന്നുള്ളതും കൂടിയാണ്. ഏറെക്കാലമായി ഇത്തരത്തിലുള്ള ഒരു തർക്കം ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലും തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേലിന് നേരെ ഇതിനു മുമ്പും ചരിത്രം പരിശോധിച്ചാൽ ഇതിനു മുമ്പും അറബ് രാജ്യങ്ങൾ വലിയ രീതിയിൽ ആക്രമണം തൊടുത്തുവിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ആ കാലത്തെല്ലാം ഇറാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറെ ഭീതി ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആണവോർജ രംഗത്ത് ഇറാൻ വളരുന്നത് തടയാനുള്ള ഒരു ആക്രമണം തന്നെയാണ് ഇസ്രായേൽ ആദ്യഘട്ടത്തിൽ നടത്തിയത് എന്നുള്ളതൊക്കെയാണ് നമുക്ക് അതിൽ നിന്നും അല്ലെങ്കിൽ ആ ആക്രമണത്തിൻ്റെ വിശദാംശങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആ ആദ്യ ആക്രമണത്തിൽ ആ ഇറാൻ പൗരന്മാരെ ആക്രമിക്കാതെ ഈ ആണവോർജ കേന്ദ്രങ്ങളും ഒപ്പം തന്നെ ഈ ആണവോർജ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ നേതാവിനെയും സൈനിക മേധാവിയെയും ഒക്കെയാണ് അവർ വധിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ അവിടുത്തെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമനയുടെ മുഖ്യ ഉപദേഷ്ടാവും ആ ഒരു ആക്രമണത്തിൽ മരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു ആക്രമണത്തിലൊന്നും ഇസ്രായേൽ അടങ്ങുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ പുതിയ നിലപാട് എന്ന് പറയുന്നത് അമേരിക്കയോട് ഈ ഒരു സംഘർഷത്തിൽ ഇടപെടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അമേരിക്ക അതിൽ ആദ്യം തങ്ങൾ ഇതിൽ കക്ഷിയെല്ലാം തോന്നിപ്പിക്കുന്ന രീതിയിൽ പെരുമാറി. പക്ഷേ അങ്ങനെ കക്ഷിയെല്ലാം തോന്നിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയപ്പോൾ പോലും അമേരിക്കയുടെ പക്ഷപാതം പൂർണ്ണമായും ഇസ്രായേലിനൊപ്പമാണ് എന്നുള്ളത് പകൽ പോലെ പച്ചവെള്ളം പോലെ വ്യക്തമായിരുന്നു. ഇപ്പോൾ അത് കുറെ കൂടി പ്രകടമായിരിക്കുന്നു. എന്തായാലും ലോകരാജ്യങ്ങൾ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. G7 ഉച്ചകോടി നടക്കാൻ പോകുന്നു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിലേക്ക് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്നത് ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്നുള്ള കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾക്ക് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ നമ്മൾ ടോപ്പ് ഹെഡ്ലൈൻസിലേക്ക് പോകും. ടോപ്പ് ഹെഡ്ലൈൻസിന് ശേഷം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകും. ഇസ്രായേൽ പ്രത്യാക്രമണങ്ങളെക്കുറിച്ചുള്ള ഈ റിപ്പോർട്ട് ഇപ്പോൾ നൽകിയത് പ്രസാദ് കാളിദാസിനാണ്. ഇനി വെറുമൊരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബിസിലൂടെ. 3 ഫോൾഡിന്റെ വിലയ്ക്ക് 5 ഫോൾഡോ? യെസ്, 3 ഫോൾഡിന്റെ വിലയ്ക്ക് 5 ഫോൾഡ്. ജോൺസ് ലിയോ വെറും 560 രൂപയ്ക്ക്.